ദില്ലിയിൽ ആധാർ കാർഡ് നൽകുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ബി.ജെ.പി. സർക്കാർ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാറും രേഖയായി പരിഗണിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ത്വരിത നടപടി. നിയന്ത്രണം കർശനമാക്കാൻ ആവശ്യപ്പെട്ട് ദില്ലി ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്തയച്ചു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടതോടെയാണ് ബി.ജെ.പി. സർക്കാരിന്റെ നീക്കം. എല്ലായിടത്തും ആധാർ രേഖയാക്കുന്നതിനാൽ വോട്ടർ പട്ടികയിലും ആധാർ രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴങ്ങുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ദില്ലിയിൽ ആധാർ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. നിയന്ത്രണം കർശനമാക്കാൻ അഭ്യർത്ഥിച്ച് ദില്ലി ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേനയ്ക്ക് കത്തയച്ചു. അനധികൃത കുടിയേറ്റക്കാർ തെറ്റായ രേഖകൾ നൽകി ആധാർ കാർഡ് നേടുന്നത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് കത്തിൽ പറയുന്നു. ഇത്തരം ആളുകൾ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ, പാസ്പോർട്ട്, വോട്ടർ തിരിച്ചറിയൽ കാർഡ് എന്നിവ ആധാർ ഉപയോഗിച്ച് സ്വന്തമാക്കുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം നേടിയെടുക്കുകയും ചെയ്യും. ഇത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ദില്ലിയിലെ എല്ലാ ആധാർ കാർഡ് എൻറോൾമെന്റ് കേന്ദ്രങ്ങളുടെ സമഗ്ര പട്ടിക ജൂലൈ 15-നകം നൽകണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു. അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ നൽകുന്നത് നിയന്ത്രിക്കുകയാണ് ലക്ഷ്യമെന്ന് അവകാശപ്പെടുമ്പോഴും വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ബി.ജെ.പിയുടെ നീക്കത്തിന് പിന്നിൽ. കൈരളി ന്യൂസ്, ദില്ലി.